വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. ഔചിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഓർമ്മിക്കുക, നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ അടിയുറച്ചു നിൽക്കുക. ജീവിതത്തിലെ ജയപരാജയങ്ങളുടെ മധ്യേ സ്ഥിരോത്സാഹത്തോടുകൂടി മുന്നേറുവാൻ ഒരാളെ ശക്തിപ്പെടുത്തുന്നത് ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുമ്പോഴാണ്. തന്മൂലം യാതൊരുവിധ ശക്തികൾക്കും നമ്മെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, തിന്മയാൽ കീഴ്പ്പെടാതെ, വിദ്വേഷവും കോപവും പുലർത്താതെ, അപരന്റെ നേരെ അട്ടഹസിക്കാതെ, അവനെതിരെ ദൂഷണം പറയാതെ ജീവിക്കാൻ സാധിക്കണം. ദൈവിക ശക്തിയിൽ വ്യാപരിക്കുന്നവർക്ക് ഇപ്രകാരം ചെയ്യാൻ കഴിയൂ. സ്വാർത്ഥതയുടെ പ്രവണതകളെ തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ പോരാടണം. സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകുന്ന കോപം ഒഴിവാക്കണം. വാക്കുകളാലുള്ള അക്രമങ്ങളിൽ കുടുങ്ങിപ്പോകാതെ, അപകീർത്തിയും അപവാദങ്ങളും പ്രചരിപ്പിക്കാതെ, മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കാതെ ജീവിക്കണം. സഹോദരരുടെ കുറവുകൾക്ക് മുൻപിൽ നാവിനെ അടക്കി നിർത്തുകയും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതുകയും വേണം. മറ്റുള്ളവരുടെ വീഴ്ചകളെക്കുറിച്ച് പറഞ്ഞ് തങ്ങളുടെ ഊർജം ദുർവ്യയം ചെയ്യാതിരിക്കുകയും വേണം. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാൻ സാധിക്കണം. മറ്റുള്ളവർക്ക് എല്ലാറ്റിനും മുൻഗണന കിട്ടുവാൻ ആഗ്രഹിക്കണം. ഇപ്രകാരം ചെയ്താൽ ഒരുവന് തിന്മയെ നന്മ കൊണ്ട് കീഴ്പ്പെടുത്തുവാനും ജീവിതത്തിൽ പിശാചിനെ അതിജീവിക്കുവാനും സാധിക്കും. ആയതുകൊണ്ട് ഈ നോമ്പുകാലത്തിലൂടെ പിശാചിനെ അതിജീവിക്കുവാനുള്ള കൃപാവരം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ സ്നേഹമോർത്താൽ, കാൽവരിയാഗമോർത്താൽ നന്ദി നിറഞ്ഞിടുന്നു. യേശുവിൻ സ്നേഹമോർത്താൽ, കാൽവരിയാഗമോർത്താൽ നന്ദി നിറഞ്ഞിടുന്നു. കർത്താവന്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാൽ, പാപത്തിൽ നിന്നും മോചനം നൽകിയ ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു. എന്നാളും ആശ്രയമേശുവേ. കർത്താവന്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാൽ, നൽകിയ ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു. എന്നാളും ആശ്രയമേശുവേ. ആശയറ്റുഴഞ്ഞ എൻ്റെ
ആന്തരികാനന്ദമായി യേശു എന്നുള്ളിലുണ്ട്. ആശയറ്റുഴഞ്ഞ എൻ്റെ ആന്തരികാനന്ദമായി യേശു എന്നുള്ളിലുണ്ട്. കർത്താവെന്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാൽ പാപത്തിൽ നിന്നും മോചനം നൽകിയ ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു. എന്നാളും ആശ്രയമേ യേശുവിൽ. കർത്താവെന്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാൽ പാപത്തിൽ നിന്നും മോചനം നൽകിയ ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു. എന്നാളും ആശ്രയമേ യേശുവിൽ. എന്നാളും ആശ്രയമേ യേശുവിൽ. എന്നാളും ആശ്രയമേ യേശുവിൽ.